കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ 18ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുടങ്ങാതെ കേൾക്കാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ഏവരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. 1,31,000 വായനക്കാർ താൽപ്പര്യത്തോടെ വായിച്ച രചന ഓഡിയോ രൂപത്തിൽ നിങ്ങളിലേക്കെത്തുന്നു. രചനയും അവതരണവും ഇമ്മാനുവൽ. ജോസ് മാത്യുവിനെ ഒരു കാര്യത്തെപ്പറ്റി അന്വേഷിക്കാൻ ഉത്തരവാദപ്പെടുത്തിയിരുന്നല്ലോ. അന്ന് തന്നെ അദ്ദേഹം അടുത്ത നഗരത്തിലേക്ക് അതിനായി പോയി. അവിടെയുള്ളവയിൽ ഷൂ വിൽക്കുന്ന കടകളിൽ കയറിയിറങ്ങി. ലെഗ് ഹൈറ്റ് ഡിസ്ക്രിപ്പൻസി ഉള്ള ഷൂവിൻ്റെ ഉപഭോക്താക്കളുടെ വിവരങ്ങളാണ് ജോസ് മാത്യു തിരക്കിയത്. അത്തരം ഷൂ വിൽക്കുന്ന കടകൾ തന്നെ 4 എണ്ണം ആ ടൗണിലുണ്ട്. ഒരെണ്ണം ബസ് സ്റ്റാൻഡിന് വളരെ അടുത്ത് തന്നെയാണ്. ജോസ് ആദ്യം പോയി കയറിയതും വിവരമന്വേഷിച്ചതും അവിടെയാണ്. അന്നേരം അവിടെ അല്പം തിരക്കായിരുന്നു. എങ്കിലും കടയിലുള്ളവർ അത്തരം ഷൂവുകൾ വാങ്ങാൻ സ്ഥിരമായി വരുന്ന ആരെയും ഓർമ്മിക്കുന്നില്ല എന്ന വിശ്വസനീയമായ മറുപടിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ജോസ് അടുത്ത കടയിലേക്ക് പോയി. കുറച്ചു ദൂരം നടന്നാണ് അവിടെ എത്തിയത്. റോഡിൻ്റെ ഇടതുവശത്തായി തന്നെയുള്ള അധികം വലിപ്പമില്ലാത്ത ഒരു കട. പ്രതീക്ഷയോടെയാണ് അവിടെ കയറിയതെങ്കിലും ഒരു ഗുണവുമുണ്ടായില്ല. അടുത്ത കാലത്തെങ്ങും ആരും അവിടെ അത്തരം ഷൂവുകൾ വാങ്ങാൻ വരാറില്ലെന്നും അവരിപ്പോൾ പുതിയ ഓർഡർ ഇറക്കുന്നില്ല എന്നുമാണ് കടയിൽ നിന്ന് കിട്ടിയ വിവരം. പിന്നെയും 2 കടകളും കൂടി ഉണ്ടായിരുന്നതിലും ജോസ് പോയി കയറി. സ്ഥിരമായി അങ്ങനെയുള്ള ഷൂ വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ടോ എന്നതാണ് ജോസ് മാത്യുവിന് പ്രധാനമായും അറിയേണ്ടിയിരുന്നത്. അങ്ങനെ ഒരാളായിരിക്കുമല്ലോ തങ്ങളുടെ സംശയത്തിലുള്ള പ്രതി. നേരെ അങ്ങനെ ചോദിച്ചാൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പറയില്ല. അതുകൊണ്ട് പരമാവധി തിരിച്ചും മറിച്ചുമൊക്കെയാണ് ചോദിച്ചത്. ഫൊവേര കമ്പനിയുടെ ഷൂ വാങ്ങുന്നവർ ഉണ്ടെങ്കിലും സ്ഥിരമായി അവിടെ വരുന്നവർ ആരും തന്നെ ഇല്ല. ഇപ്പോൾ അങ്ങനെ സ്ഥിരമായി വരുന്നില്ലെങ്കിലും കുറച്ച് മുമ്പ് അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നതായി ഓർക്കുന്നുണ്ടോ എന്നായി അടുത്ത ചോദ്യം. അതും അവർ ഓർമ്മിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പല കടകളും കയറിയിറങ്ങിയെങ്കിലും തൃപ്തികരമായ ഒരു വിവരവും കിട്ടിയില്ല. ഇത്തരം ഷൂ വാങ്ങാൻ ആളുകൾ സ്ഥിരമായി വരുന്നുണ്ടെങ്കിലോ വല്ലപ്പോഴും വന്നെങ്കിലോ അവരെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം ജോസ് പറഞ്ഞു. അവരുൾപ്പെടുന്ന CCTV ചിത്രങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഡിലീറ്റ് ആകാതെ സൂക്ഷിക്കണം എന്നുകൂടി പറഞ്ഞിട്ടാണ് ജോസ് മാത്യു ജീവൻ ജോസിനെ വിവരം വിളിച്ചു പറഞ്ഞത്. ആദ്യത്തെ പരിശ്രമത്തിൽ തന്നെ അത്തരം ചെരുപ്പുകൾ സ്ഥിരമായി വാങ്ങുന്ന ഒരാളെ കിട്ടും എന്നൊന്നും അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് കിട്ടാത്തപ്പോൾ അവർക്ക് നിരാശ തോന്നിയതുമില്ല. അവരോട് വേണ്ട വിവരങ്ങൾ പറഞ്ഞിട്ടാണല്ലോ പോന്നത് അല്ലേ എന്ന് ചോദിച്ചു. അത് ചെയ്തിട്ടുണ്ടെന്ന് ജോസ് മാത്യു മറുപടിയും പറഞ്ഞു. ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ അവർ മറക്കാറില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി അതിനായിട്ട് നടക്കണ്ട, ഇങ്ങോട്ട് പോരെ, നമുക്കിനിയും ഇവിടെ പണിയുണ്ട്. ചെറിയാച്ചൻ കൊല്ലപ്പെട്ടിട്ട് കുറേ ദിവസമായല്ലോ. അന്നു മുതലേ വിചാരിക്കുന്നതാണ് അയാളുടെ വീട്ടിൽ ചെന്ന് ഭാര്യയെയും മക്കളെയും ഒന്ന് കാണണമെന്നും സംസാരിക്കണം എന്നും. പല പല കാര്യങ്ങളിലായി തിരക്ക് പിടിച്ച് നടന്നതുകൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് പോകാൻ കഴിഞ്ഞില്ല. എന്നാലും ജീവൻ അത് മനസ്സിൽ നിന്നും വിട്ട് കളഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ ജോസ് മാത്യു കൂടി വരുമ്പോൾ 2 പേർക്കും കൂടി അവരുടെ വീട് വരെ പോകാം എന്ന തീരുമാനത്തിലായിരുന്നു ജീവൻ ജോസ് മാത്യുവിനെ കാത്തിരുന്നത്. ജോസ് മാത്യുവിന് വേണ്ടി അധിക നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല. വെയിൽ കൊണ്ട് കുറേയേറെ കടകളിൽ കയറി ഇറങ്ങിയതിൻ്റെ തളർച്ചയോടുകൂടി ജോസ് മാത്യു അവിടെ വന്നിറങ്ങി. ഇതിനു മുൻപ് കൊല്ലപ്പെട്ട ചെറിയാച്ചൻ്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോയാലോ ജോസേ? പോകാം സാർ, നമ്മൾ അന്നേ വിചാരിച്ചതായിരുന്നല്ലോ, ഇനിയും നീട്ടിവെക്കണ്ട. അവർ 2 പേരും കൂടി
അപ്പോൾ തന്നെ ചെറിയാച്ചൻ്റെ വീട്ടിലേക്ക് പോയി. ചെറിയാച്ചൻ്റെ കൊലപാതകം നടന്ന ദിവസം അവർ അവിടെ പോയതാണ്. അന്ന് അവിടെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമായിരുന്നു. ആളും ബഹളവും തിരക്കുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്താണെങ്കിലും ആ അന്തരീക്ഷത്തിന് അയവ് വന്നിട്ടുണ്ടാകും. ദിവസങ്ങൾ കുറേ ആയല്ലോ. കാലം കുറേശ്ശെ മുറിവുകൾ മായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചെറിയാച്ചൻ്റെ വീട്ടിലുള്ളവരെ കാണാനും അവരോട് ചില കാര്യങ്ങൾ ചോദിക്കണം എന്ന് തീരുമാനിക്കാനും ചില കാരണങ്ങളുണ്ട്. അതെന്താണെന്നൊന്നും ജീവൻ ജോസ് കൂട്ടുകാരോട് പോലും പറഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ് ചെറിയാച്ചൻ കൊലയാളിയുടെ ലക്ഷ്യമായത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഭാസ്കരൻ പറഞ്ഞ മൊഴിപ്രകാരമാണെങ്കിൽ പോലും ചെറിയാച്ചൻ്റെ സാന്നിധ്യം അവിടെ ഒരു കാരണവശാലും സംശയിക്കത്തക്കതായി ഉണ്ടായിരുന്നില്ല. ഭാസ്കരൻ പറയുന്ന കൊമ്പൻ മീശക്കാരൻ ചെറിയാച്ചനായിരിക്കില്ല. അയാൾക്ക് കൊമ്പൻ മീശ വയ്ക്കുന്ന സ്വഭാവം ഒരിക്കൽ പോലും ഉണ്ടായിരുന്നതായി അയാളെപ്പറ്റി വിശദമായി അന്വേഷിച്ചിട്ടും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ആ കൊമ്പൻ മീശക്കാരൻ അയാളുടെ അനിയൻ ഉമ്മച്ചനായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭാസ്കരൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നടന്നത് തന്നെയാണെങ്കിൽ കൊലയാളിക്ക് ഏറ്റവുമധികം ദേഷ്യം തോന്നേണ്ടത് കൊമ്പൻ മീശക്കാരനായ അയാളോടാണ്. എന്നിട്ടും അയാളെ അല്ലല്ലോ ആദ്യം തീർത്തു കളഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ ഏറ്റവും അധികം പക തോന്നുന്ന ആളുകളോടായിരിക്കും മിക്കവരും ആദ്യം പ്രതികാരം ചെയ്യുക. എന്നാൽ മറ്റു ചിലരുടെ കാര്യത്തിൽ അങ്ങനെ അല്ല താനും. അവസാനത്തിൽ നിന്ന് തുടങ്ങുന്നവരുമുണ്ട്. വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുന്നവരുടെ കാര്യത്തിൽ അങ്ങനെയും സംഭവിക്കാറുണ്ട്. അവരവിടെ ചെല്ലുമ്പോൾ ചെറിയാച്ചൻ്റെ ഭാര്യ റോസക്കുട്ടിയും മകൾ ശ്രേയയും വീട്ടിലുണ്ടായിരുന്നു. അന്ന് അവിടെ ചെന്നിരുന്നു എങ്കിലും ഇവരാരും തങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ജീവൻ ജോസ് ആദ്യമേ തന്നെ പറഞ്ഞു പരിചയപ്പെടുത്തി. ഹാളിലെ സോഫയിൽ കയറിയിരുന്നപ്പോൾ ജീവൻ്റെ എതിർവശത്തായി തന്നെ റോസക്കുട്ടി ഇരുന്നു. അവരുടെ മുഖത്ത് ഇപ്പോഴും ചെറിയാച്ചൻ്റെ വിയോഗം മൂലം അവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ എടുത്തു കാണാനുണ്ട്. അത് കണ്ടില്ലെങ്കിൽ മാത്രമല്ലേ അതിശയിക്കാനുള്ളൂ. ജീവിതാവസാനം വരെ ഒപ്പമുണ്ടാകും എന്ന് വിചാരിച്ചയാൾ വളരെ പെട്ടെന്നൊരു ദിവസം തന്നെ ഇല്ലാതെയാകുമ്പോൾ ആർക്കാണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ശ്രേയ ഇപ്പോൾ കോളേജിൽ പോകുന്നില്ലേ? സംഭാഷണത്തിന് തുടക്കമിടാൻ വേണ്ടി മാത്രമാണ് ജീവൻ അങ്ങനെ ചോദിച്ചത്. അടുത്ത ആഴ്ച മുതൽ പോകണം എന്ന് വിചാരിക്കുന്നു. അപ്പോഴും അവളുടെ മുഖത്ത് ഒരു സംശയഭാവമാണ്. എന്തിനായിരിക്കും ഇവർ വന്നത്? കൊലപാതകിയെപ്പറ്റി എന്തെങ്കിലും സൂചന കിട്ടുകയോ ചിലപ്പോൾ അയാളെ പിടിക്കുക തന്നെയോ ചെയ്തു കാണുമോ? എന്നിട്ട് ആ വിവരം പറയാനെങ്ങാനും വന്നതാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ അതിവിടെ വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതിനുവേണ്ടി ആയിരിക്കില്ല. അച്ചാച്ചനെ ഇല്ലായ്മ ചെയ്തവരെ പറ്റി എന്തെങ്കിലും സൂചന കിട്ടുകയോ പിടിക്കാൻ കഴിയുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ചെറിയ സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അധികം വൈകില്ല. എന്നാലും സാർ ഇപ്പോൾ വന്നത് വെറുതെ ആയിരിക്കില്ലല്ലോ. ഞങ്ങൾക്ക് ചെറിയാച്ചനെ സംബന്ധിച്ചും അയാളുടെ ബന്ധങ്ങളെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നാൽ അത് അന്വേഷണത്തിന് സഹായമാകും. അതിനാണ് ഞങ്ങൾ വന്നത്. അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായും ഞങ്ങൾ പറഞ്ഞു തരാം. ചെറിയാച്ചന് സഹോദരനായിട്ട് ഉമ്മച്ചനല്ലാതെ മറ്റാരെങ്കിലുമുണ്ടോ? ഇല്ല. ചെറിയാച്ചനും ഉമ്മച്ചനും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ സാമ്പത്തികമായി തീരെ വിഷമിച്ചു നിന്നവരായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. പെട്ടെന്നുള്ള ഈ മാറ്റത്തിൻ്റെ കാരണമെന്താണ്? റോസക്കുട്ടിയാണ് വിവരങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ ഉമ്മച്ചനും ചെറിയാച്ചനും വളരെ കഷ്ടപ്പാടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. റോസക്കുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കാലഘട്ടത്തിലൊക്കെ അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ്
അന്നന്നത്തെ കാര്യം നടന്നു കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയിലാണ് ഉമ്മച്ചൻ സ്ഥലക്കച്ചവടം തുടങ്ങിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചായനും ആ ഒപ്പം ചേർന്നു. ആദ്യമൊക്കെ സ്ഥലങ്ങൾ ഇടപാടാക്കി കൊടുക്കുന്ന ബ്രോക്കർമാർ മാത്രമായിരുന്നു അവർ. കമ്മീഷനായി കിട്ടുന്നത് തീരെ കുറവായിരിക്കും. അതിലവർക്ക് തൃപ്തിയില്ലായിരുന്നു. കിട്ടിയ പണവും രണ്ടുപേരുടെയും ഭാര്യമാരുടെ ആഭരണങ്ങളുമെല്ലാം വിറ്റ് ഒരു വലിയ തുക സ്വരൂപിച്ചിട്ട് അതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിയിട്ടു. അത് പ്രതീക്ഷിച്ചതിലും വലിയ വിലയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞതുകൊണ്ട് അതോടെ അവർക്ക് സാമ്പത്തികമായി നല്ല അടിത്തറയായി. പിന്നെ ഇവിടുത്തെ റോഡ് പണി വന്നപ്പോൾ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മുഴുവനും ഇവർ രണ്ടുപേരും നേരത്തെ വില പറഞ്ഞു വെച്ചു. ചിലരോടൊക്കെ വില കൊടുത്തു വാങ്ങുകയും ചെയ്തു. ഗവൺമെൻറ് ഏറ്റെടുത്തപ്പോൾ കിട്ടിയത് ഭീമമായൊരു തുകയാണ്. ആ പണം കിട്ടിയപ്പോഴാണ് ഇപ്പോഴുള്ള വീടും സ്ഥലവുമെല്ലാം രണ്ടുപേരും വാങ്ങിച്ചത്. ചെറിയാച്ചന് ഇവിടെയുള്ള സ്ഥലവും വീടുമല്ലാതെ മറ്റെവിടെയെങ്കിലും വീടും സ്ഥലവും ഉള്ളതായി നിങ്ങൾക്കറിയാമോ? ഇല്ല സാർ. അറിയില്ല എന്നോ അതോ അങ്ങനെ ഒരു സ്ഥലം ഇല്ലെന്നോ? രണ്ടും ശരിയാണ്. അറിയില്ലെന്നാണ് പ്രധാനമായും എനിക്ക് പറയാനുള്ളത്. പിന്നെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുകയില്ല എന്നതും കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയാച്ചൻ മരിച്ചപ്പോൾ അശ്വിൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇത്ര പെട്ടെന്ന് തിരിച്ചുപോയോ? ഒരാഴ്ചയോളം അവനിവിടെ ഉണ്ടായിരുന്നു. ലീവ് തീർന്നതുകൊണ്ടാണ് പോയത്. ചെറിയാച്ചൻ്റെ സമ്പാദ്യം മുഴുവൻ ഉണ്ടാക്കിയത് തീർത്തും ന്യായമായ മാർഗത്തിലൂടെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ചോദ്യം അവരെ ശരിക്കും കുഴക്കി എന്നത് അവരുടെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമായിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കാം? അടുത്ത ഭാഗങ്ങളിൽ അറിയാം കേട്ടോ. അറിയാവുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ. കുറവുകളൊക്കെ കാണുമെന്നറിയാം. നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. കുറവുകൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചേക്കണേ. നന്നാക്കാനുള്ള നിർദ്ദേശങ്ങളും ആകാം. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.